ഉള്ളവരെ സ്വന്തം നാവിക പടക്കപ്പലിലെ കക്കൂസ് മുതൽ സ്വന്തം സംയുക്ത സൈനിക മേധാവി വരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പണി കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പശ്ചിമേഷ്യ സംബന്ധിച്ച്. ഞാനീ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ പടക്കപ്പുകൾ ജെറാൾഡ് ആൾഫോർഡ് അത് ഇറാൻ തീരത്തേക്ക് വരികയാണ്. ഇറാനിൽ ഇപ്പോൾ എത്തും, അത് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കും, ഇറാനെ പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള വീരവാദങ്ങൾ മുഴക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ആശീർവദിച്ച് ആവാഹിച്ചു വിട്ട ഒരു കപ്പലാണത്. ആ കപ്പൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്ത. പ്രതിസന്ധി കേട്ടാൽ ചിരി വരും. കാരണം ഈ ജെറാൾഡ് ആൾഫോർഡിൽ ഏകദേശം 650ഓളം ടോയ്ലറ്റുകളുണ്ട്, കക്കൂസുകളുണ്ട്. ഈ കക്കൂസുകളിൽ പകുതിയും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വാർത്ത. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനികർക്ക് നേരാവണ്ണം ഒന്ന് കക്കൂസിൽ പോകുവാൻ കഴിയുന്നില്ല. മനസ്സമാധാനത്തോടുകൂടി ഒന്നിനും രണ്ടിനും പോകുവാൻ കഴിയുന്നില്ല. ഒന്നിനും രണ്ടിനും വേണ്ടി പോകണമെങ്കിൽ തന്നെ ഏകദേശം 45 മിനിറ്റോളം ക്യൂ നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ ക്യൂ നിൽക്കുന്നത് അമേരിക്കൻ സൈനികരുടെ ആത്മവീര്യം കെടുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെ അത്യാവശ്യത്തിന് ഒന്ന് കക്കൂസിൽ പോകുവാൻ പോലും പറ്റിയില്ലെങ്കിൽ തങ്ങൾ ഇതോടുകൂടി ഈ സൈനിക പ്രവൃത്തി നിർത്തും എന്നാണ് ഇപ്പോൾ സൈനികർ പറയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും തൂറാമുട്ടിയത് കൊണ്ട് ഒരു യുദ്ധം നിർത്തേണ്ടി വരുന്നത് എന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇതിനോട് സമാനമായ ഒരു സംഭവം നേരത്തെ കേരളത്തിലുണ്ടായിരുന്നു നമുക്കറിയാം. കാരണം ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദം പുകഞ്ഞു നിന്ന സമയത്ത് അന്ന് ചില യുവജന സംഘടനകൾ കേരളത്തിൽ സമരം നടത്തിയപ്പോൾ തലസ്ഥാനത്തെ ചില കക്കൂസുകൾ അന്നത്തെ ഭരണകൂടം അടച്ചിട്ടിരുന്നു. അതുകൊണ്ട് ഒന്നും രണ്ടും നിർവഹിക്കുവാൻ കഴിയാതെ ഗതി കിട്ടി സമരം നിർത്തിയ ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അതിന് സമാനമായ ഒരു കാര്യം ഇപ്പോൾ അമേരിക്കയ്ക്കും സംഭവിക്കുമോ എന്ന വിശകലനങ്ങളാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് പശ്ചിമേഷ്യയിലേക്ക് വരുന്ന അമേരിക്കൻ സൈന്യം ഇപ്പോൾ കക്കൂസിൽ പോകുവാൻ പോലും പറ്റാതെ ആകെ വിറളി പൂണ്ട് നിൽക്കുന്നു എന്നതാണ് പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. പ്രധാനമായും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതിന് കാരണം അമേരിക്കൻ കപ്പലുകൾ നീണ്ടകാലം ഈ കടലിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അവർക്ക് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പോലും പുറത്തേക്ക് പോകുവാൻ കഴിയുന്നില്ല എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് ഈ കപ്പലുകളുടെ പൈപ്പുകളിൽ കാൽസ്യം അടിയുന്നത് കൊണ്ടാണ് ഈ ടോയ്ലറ്റ് പൈപ്പുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഈ പൈപ്പുകളുടെ ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടി ആസിഡ് ഫ്ലഷ് ചെയ്യേണ്ടതുണ്ട്. അതിന് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് വരും. അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളിലൂടെ പോവുകയാണ്, സാമ്പത്തിക പ്രതിസന്ധികളിൽ പോവുകയാണ്. അപ്പോൾ ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഇസ്രായേലിൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് സ്വന്തം പൈസ കീശയിൽ നിന്ന് ചിലവാക്കി ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ച് അമേരിക്കയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് എന്നതും വലിയ പ്രത്യേകതയാണ്. ഇസ്രായേലിന് വേണ്ടി ഇത്തരം പ്രവർത്തികൾ കയ്യിൽ നിന്ന് കാശ് ചിലവാകുന്ന ഇത്തരം പ്രവർത്തികൾ ചെയ്ത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ താറുമാറാക്കണമോ എന്നൊരു ചോദ്യം അമേരിക്കയ്ക്കകത്ത് നിന്ന് തന്നെ ഉയരുന്നു എന്നതും അമേരിക്കൻ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും തൂറാമുട്ടിയത് കൊണ്ടൊരു യുദ്ധം നിർത്തുമോ എന്ന രീതിയിൽ മാധ്യമ വിശകലനങ്ങൾ വരുന്നത് അല്പം ചിരി പടർത്തുന്നു ചുണ്ടിൽ എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മറ്റൊരു കാര്യം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ സംയുക്ത സൈനിക മേധാവിയുടെ ഒരു പ്രസ്താവനയാണ്. വാഷിംഗ്ടൺ പോസ്റ്റും ആക്സിയോണുമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നത് അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി ഡാൻ കെയ്ൻസ് പറയുന്നത് ഇപ്പോൾ അമേരിക്ക പശ്ചിമേഷ്യയിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ആയുധങ്ങളോ അതുപോലെയുള്ള ഉപകരണങ്ങളോ കപ്പലുകളോ ഒന്നും പോരാ, ഇറാനെ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ എന്നാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം, തൽക്കാലത്തേക്കെങ്കിലും അവിടെ യുദ്ധം നിർത്തിവെക്കണം എന്നൊരു അഭിപ്രായം അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി ഡാൻ കെയ്ൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വാർത്തയെ നിഷേധിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല, അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് ഉണ്ടാക്കുന്ന വാർത്തയാണ്. മാത്രമല്ല അങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിക്കാനുള്ള അവകാശം ഡാൻ കെയ്ൻസിനില്ല. അദ്ദേഹം വെറും സംയുക്ത സൈനിക മേധാവി മാത്രമാണ്. താനാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. താൻ ഓർഡർ ഇട്ടാൽ യുദ്ധം ചെയ്യേണ്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് സംയുക്ത സൈനിക മേധാവി എന്ന ഒരു പ്രസ്താവനയും അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഏകദേശം 670ഓളം ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ അവർ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ്. ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ, ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ ഉടനടി ഞൊടിയിടയിൽ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ തകർക്കുവാൻ വേണ്ടിയുള്ള 670 മിസൈലുകൾ വിക്ഷേപണ കേന്ദ്രത്തിൽ ഇറാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, CM-302 അതായത് കപ്പലുകളെ നശിപ്പിക്കുവാൻ കഴിയുന്ന ആൻറ്റി ഷിപ്പ് മിസൈലുകൾ, യുദ്ധക്കപ്പലുകളെ നശിപ്പിക്കുവാൻ കഴിയുന്ന ആൻറ്റി ഷിപ്പ് മിസൈലുകൾ, അത് ചൈന ഇറാന് നൽകി എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. കപ്പലുകൾക്കുള്ളിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ
അത് തകർത്തുകൊണ്ട് കപ്പലുകളിൽ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുവാൻ കഴിയുന്ന ഈ ആൻറ്റി ഷിപ്പ് മിസൈലുകൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുതൽക്കൂട്ടാകും എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഇസ്രായേലി ഇൻ്റലിജൻസിൻ്റെ ചില റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ ഇറാനെ ആക്രമിക്കുന്നത് ഉചിതമല്ല എന്ന നിർദ്ദേശം ഇസ്രായേലി ഇൻ്റലിജൻസും അതുപോലെ തന്നെ ഇസ്രായേലിലെ ചില മുതിർന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥന്മാരുമൊക്കെ പങ്കുവയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് മറ്റൊരു വാർത്ത വരുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുടെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത് ചർച്ചകൾ കാര്യക്ഷമമായി പുരോഗമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഉടമ്പടിയിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ അത് ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇറാൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു. അതായത് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കും, പക്ഷേ അത് ഒരു ആണവായുധം എന്ന രീതിയിലേക്ക് വികസിപ്പിക്കില്ല. പക്ഷേ ഇറാൻ്റെ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ആണവായുധം ഉണ്ടാക്കും എന്ന നിലപാടിൽ ഉറച്ചു തന്നെ ഒരു കരാറിലേക്ക് എത്തുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഈ നിമിഷത്തിൽ പ്രകടിപ്പിക്കുന്നത്. ചില അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് പ്രകാരം ഇറാൻ്റെ വഴിയെ തന്നെയാണ് ചർച്ചകൾ പോകുന്നത് എന്നാണ്. കാരണം ഒരുപക്ഷെ നേരത്തെ അമേരിക്ക കടുംപിടുത്തം പിടിച്ചിരുന്നു, ഇറാനെ കൊണ്ട് 1% പോലും 0% പോലും ഒരു യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുവദിക്കില്ല എന്ന നിലപാടുകളിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഇസ്രായേലും ഉറച്ചു നിന്നുവെങ്കിൽ ഇപ്പോൾ ഒരു നിശ്ചിത അളവ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന രീതിയിലേക്ക് ഇറാനെ അനുവദിച്ചേക്കാം. പക്ഷേ അത് അന്താരാഷ്ട്ര ഇടപെടലുകളുടെ ഒരു സാന്നിധ്യത്തിൽ മാത്രം, അതായത് അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെയൊക്കെയുള്ള നിരന്തരമായ പരിശോധനകൾക്ക് വിധേയമായി ഇറാൻ അങ്ങനെ ഒരു കരാറിൽ എത്തുകയാണെങ്കിൽ, അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെയൊക്കെയും നിരന്തരമായ പരിശോധനകൾ രാജ്യത്ത് അനുവദിക്കുന്ന ഒരു നിലപാടിലേക്ക് ഇറാൻ വരികയാണെങ്കിൽ അവർക്കൊരു നിശ്ചിത ശതമാനം യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിന് അനുവദിക്കാം എന്ന രീതിയിലേക്കാണ് ചർച്ചകളുടെ പോക്ക് എന്ന രീതിയിലാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാൻ അവരുടെ നിലപാടുകൾ ഉറച്ചു നിന്നു, വിജയിച്ചു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം നേരത്തെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെയൊക്കെ പ്രസ്താവന ഉണ്ടായിരുന്നു, ഇറാൻ ഒരു കരാറിലേക്ക് വരുവാൻ പ്രയാസമുള്ള രാജ്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കൊണ്ട് ഒരു കരാറിലേക്ക് വരുവാൻ സാധിച്ചേക്കും. എന്തിന്, വടക്കൻ കൊറിയയിലെ ഏകാധിപതിയെ കൊണ്ട് പോലും അദ്ദേഹത്തിനൊരു കരാറിലേക്ക് എത്തിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് ആ കരാർ ഒപ്പിടിപ്പിക്കുവാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. അത് എന്തുകൊണ്ട് ആണെന്ന് വ്യക്തമാകുന്നില്ല എന്ന്. അതുപോലെ തന്നെയാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേശകൻ്റെ ഒരു പ്രസ്താവനയുണ്ടായത്. അദ്ദേഹവും പറഞ്ഞത് ഇങ്ങനെയാണ്, ഇറാൻ എന്തുകൊണ്ടാണ് ഇത്രയും സമ്മർദ്ദം അവരുടെ പേരിൽ നേരെ ഉണ്ടായിട്ടും അവരുടെ നിലപാടുകൾ അടിയുറച്ചു നിൽക്കുന്നതെന്നാണ്. ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം ആ നിലപാടുകൾക്ക് വിജയമുണ്ടാകുന്നു എന്ന രീതിയിലാണ്. എന്തായാലും അതിൻ്റെ പരിപൂർണമായ ഒരു വിവരം ഈ കരാർ നിലവിൽ വന്നതിന് ശേഷമേ വ്യക്തമാകുകയുള്ളൂ. തൽക്കാലം ഈ വീഡിയോ വിടവാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.